അതെ. ജിസേലിന്റെ വാലാട്ടികളായിട്ട് നടക്കുന്നവരാണ് ഇവരെല്ലാം. ജിസേൽ അവിടെ അനങ്ങാൻ പറഞ്ഞാൽ അനങ്ങും, അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, ഓടാൻ പറഞ്ഞാൽ ഓടും. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നത് രൂക്ഷമായ പ്രശ്നങ്ങളാണ്. നവീൻ പുറത്തുപോയി, അതുപോലെ തന്നെ ജിസേലും അനുമോളും തമ്മിലുള്ള വഴക്ക് ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാൻ, ലൈവ് കാണുന്നവർക്ക് കൂടുതലും മനസ്സിലാകുന്ന ആള് തന്നെയാണ്, കൂടുതലും മനസ്സിലായിരിക്കാം ആരാണെന്നുള്ളത്. മറ്റാരുമല്ല, രണ ഫാത്തിമ. എപ്പോഴും കിടന്ന് ചെലച്ചുകൊണ്ടേയിരിക്കും. ഒരു വിഷയമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഒരു കാര്യം സംസാരിക്കാനോ ഒന്നും നിൽക്കാതെ സ്ഥിരമായിട്ട് ആരോടാണെങ്കിലും ചിലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പൊ എല്ലാവരും യൂട്യൂബേഴ്സ് ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഒരു ചീവീട് കണക്കെ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന രണ ഫാത്തിമയാണ് ഈ വിഷയങ്ങൾക്കെല്ലാം തുടക്കമിട്ടത്. എന്നിട്ട് മറഞ്ഞിരിക്കും എന്നുവെച്ചാൽ ഈ ജിസേലിന്റെയും അപ്പാനിയെയും അവരുടെ ഒരു ടീമിനെ സോപ്പിട്ട് അവരുടെ കൂടെ നടക്കുന്ന ഒരാള് എന്നുവെച്ചാൽ അവരുടെ വോട്ടുകൾ കിട്ടുമെന്നായിരിക്കാം. ആരെങ്കിലും ഒരാൾ എവിക്ഷനിൽ വന്നില്ലെങ്കിൽ അവരുടെ വോട്ട് തനിക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ അവിടെ ഹരാസ് ചെയ്യപ്പെടുന്നത് ഈ അനുമോളയാണ്. അത് പറയുന്നത് ഗെയിമിന്റെ ഭാഗമായിട്ടല്ല ഈ ഹരാസ് ചെയ്യുന്നത്, അല്ലാതെ പേഴ്സണലി എടുത്തുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടതാണ്. നവീനും ഈ പറയുന്ന ജിസേലിനും ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങളാണ് സർവാധികാരികൾ, ഈ വീടിന്റെ സർവാധികാരികൾ നിങ്ങളാണെന്ന് പറഞ്ഞ് അവർക്ക് ആ ഒരു പവർ കൊടുത്തതിന് ശേഷം രണ ഫാത്തിമയാണ് പോയിട്ട് ഈ ജിസേലിനോടും ഈ പറയുന്ന നവീനോടും പറയുന്നത്, എന്നെ കിച്ചണിൽ ഇടണം, എനിക്ക് അനുമോളുമായിട്ടാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, എന്നെ കിച്ചണിൽ ഇടണം എന്ന് പറഞ്ഞിട്ട് അനുമോള് നിർബന്ധിച്ച് തന്നെ ഈ നവീനെ കൊണ്ട് നിർബന്ധിപ്പിച്ചിട്ട് കിച്ചണിലേക്ക് പോകുന്നത്. കിച്ചണിൽ നിന്ന് പിന്നെ എപ്പം നോക്കിയാലും അനുവിനോട് ഏത് കാര്യത്തിനും തർക്കിച്ച് ചിലയ്ക്കുന്ന ഒരു രണയാണ് കാണാൻ കഴിയുന്നത്. ഇത് പറ്റിയ എന്താണെന്ന് വെച്ചാൽ ആദ്യം മുതലേ രണയെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന പലരും ഇപ്പൊ രണയെ തള്ളി പറയുന്നുണ്ട്. രണ ഫാത്തിമയുടെ ഈ ഒരൊറ്റ സ്വഭാവം കാരണമാണ്. അതുപോലെ തന്നെ ഒരു പക്വതയില്ലാത്ത പെരുമാറ്റം. 19 വയസ്സേ ഉള്ളെന്ന് പറഞ്ഞാലും 55 വയസ്സുകാരുടെ നാക്കാണെന്ന് എല്ലാവരും പറയാറുണ്ട്. സത്യത്തിൽ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രത്യേക കാരണം, അനുമോളെ പട്ടി എന്ന് വിളിക്കുന്ന ഒരു സീനുണ്ട്. പട്ടിക്കും അനുമോളുടെ അതേ മുഖച്ഛായ അല്ലേ? പട്ടിക്കും അനുമോളുടെ അതേ മുഖച്ഛായ എന്ന് പറയുന്നുണ്ട് അവിടെ അക്ബറും അപ്പാനി ഇരിക്കുമ്പോൾ. അപ്പൊ അപ്പാനി ആന്ന് വെക്കുന്നുമുണ്ട്. എന്ന് വെച്ചാൽ ഈ പറയുന്ന അനുമോളോട് പേഴ്സണലായിട്ട് ഇവരെല്ലാം കൊണ്ട് വഴക്കുണ്ടാക്കിപ്പിക്കാൻ കൂടുതൽ ശ്രമിക്കുന്നത് ഈ രണ ഫാത്തിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധിച്ചാൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ അപ്പാനിയോ അക്ബറോ ഇവരാരുമല്ല. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ അപ്പാനിയും അക്ബറും മറ്റുള്ളവരും ഷാനവാസ് ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും എല്ലാം ഇടപെട്ട് അങ്ങോട്ട് പോകുന്നത്. പക്ഷെ ഇതിനെല്ലാം തുടക്കമിടുന്നത് അതുപോലെ തന്നെ ബിന്നി ഒരു സൈഡിൽ നിന്ന്, ബിന്നിയും മറു സൈഡിൽ നിന്ന് ഈ പറയുന്ന രണ ഫാത്തിമയാണ്. ഈ രണ ഫാത്തിമയാണ് ഏറ്റവും കൂടുതൽ സ്ക്രൂ മുറുക്കിക്കൊണ്ടിരുന്നത്. ഈ നവീൻ പുറത്തു പോകാൻ തന്നെ കാരണം ഈ രണ ഫാത്തിമ തന്നെയാണ്. ഞാൻ നോക്കിയിട്ട് ഇന്നലെ ആ ഒരു പവർ കൊടുത്തതിന് ശേഷം അവരുടെ കാലിന്റെ കീഴിൽ നിന്ന് മാറിയിട്ടില്ല. ഈ പറഞ്ഞ ഈ രണ്ടുപേരുടെയും പുറകെ നടന്നിട്ട് എന്നെ അത് ചെയ്തു, എന്നെ ഇത് ചെയ്തു, എന്നെ ചോറെടുക്കാൻ വിടുന്നില്ല. ഞാനിന്ന് ഉച്ചയ്ക്ക് കണ്ട ഒരു സീനുണ്ട്. ചോറെടുക്കാൻ പോയപ്പോൾ അനുമോള് പറയുന്നുണ്ട്, നീ അത് കഴിച്ചതിന് ശേഷം നിനക്ക് രണ്ടാമത് തരാം. എല്ലാവർക്കും അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. ഉടനെ അത് പറ്റത്തില്ല, കുറച്ചുകൂടി അനുമോളെ, ചോറിന്റെ കാര്യത്തിൽ ഇങ്ങനെ കാണിക്കാമോ അനുമോളെ, ചോറിന്റെ കാര്യത്തിൽ ഇങ്ങനെ കാണിക്കാമോ അനുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതെല്ലാം വിചാരിക്കുന്നത് വെളിയിൽ ഫുഡിന്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും അനുമോൾക്ക് നെഗറ്റീവായിട്ട് പോകും. എന്താണെന്ന് വെച്ചാൽ ഫുഡിന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറയാമെന്ന്. പക്ഷെ നമ്മൾ കാണുന്നവർക്കറിയാം അനുമോള് ഫുഡ് കൊടുത്തതിന് ശേഷം സാധാരണ നമ്മളെല്ലാം അങ്ങനെയാണ്, നമുക്ക് കുറച്ച് ഫുഡ് തരും, നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് വേണം, ഇനി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ പോയി ചോദിക്കത്തുള്ളൂ കുറച്ചുകൂടെ ചോറ് തരണമെന്ന്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫുഡ് വേണം നമ്മൾ പറയും. പക്ഷേ ഇവിടെ കൂടെ നടന്നത് എനിക്ക് പിന്നെ വേണ്ട, അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ തന്നിരുന്നു. അപ്പൊ അപ്പാനി അതിന് സപ്പോർട്ട്. രണ്ടാമത് ചോദിക്കുന്നവരാണെങ്കിലും ഒന്ന് ആദ്യമേ അങ്ങ് കൊടുത്ത് വിട്ടാൽ പോരെ എന്ന്. അനുമോളെ എവിടെല്ലാം ട്രിഗർ ചെയ്യാമോ അവിടെ എല്ലാം ട്രിഗർ ചെയ്യുന്നുണ്ട്. അതെ. മോള് അവിടെ കിച്ചണിൽ നിൽക്കുകയാണ്. കിച്ചണിൽ നിൽക്കുന്ന സമയത്താണ് അതിനിപ്പുറത്തിരുന്നുകൊണ്ട് ഈ പറയുന്ന അക്ബർ ഉണ്ട്, അതുപോലെ തന്നെ അപ്പാനി ഉണ്ട്, ആ ഫാത്തിമയുണ്ട്. ഈ രണ ഫാത്തിമയാണ് അവിടെ നിന്നുകൊണ്ട് പറയുന്നത് പട്ടിക്കും അനുമോളുടെ അതേ മുഖച്ഛായ എന്ന് പറയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ബൗ 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 എന്ന് പറഞ്ഞ് കുറച്ച് കാണിക്കുന്നുണ്ട് ഈ പറയുന്ന അപ്പാനി. ഇതൊക്കെ എന്താണ് ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കാത്തതെന്നാണ് എന്റെ ഒരു ചോദ്യം. ഇതൊക്കെയാണ് സത്യത്തിൽ ചോദിക്കേണ്ടത്. അല്ലാതെ അവിടെ വന്നു കഴിഞ്ഞിട്ട് മോനെ നീ എടുത്ത് മറ്റെതെറിഞ്ഞോ മറിച്ചതെറിഞ്ഞോ
അത് നിനക്ക് ഇത്ര ശിക്ഷ, ഇത് നിനക്ക് നീ ഡയറക്റ്റ് നോമിനേഷനിൽ പൊയ്ക്കോളൂ. ഇതൊക്കെ പറയുമ്പോൾ അവർക്കറിയാം കൂടി വന്ന ഈ ഡയറക്റ്റ് നോമിനേഷനും ഇതൊക്കെ വരുത്തുള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്ന്. ഇതൊക്കെയാണ് ചോദിക്കേണ്ടത്. ഒരാളെ നിർത്തി അവമാനിക്കുന്നതിന് തുല്യമാണിത്. അനുമോൾ ഇതിനൊന്നും പ്രതികരിക്കുന്നില്ല. അനുമോൾ അവിടെ നിന്നിതല്ലേ. അനുമോൾക്കറിയാം ഇവരെ ഒരു ഫിസിക്കൽ അസാൾട്ട് വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് വഴിയോ എന്നെ പുറത്താക്കാനുള്ള ശ്രമമാണ് ഈ നടക്കുന്നതെന്ന് അനുമോൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് അനുമോൾ അവിടെ ഒരുപാട് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാനീ പറയുമ്പോൾ അനുമോളുടെ PR എന്നൊന്നും പറയരുത് കേട്ടോ. ഞാൻ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എടുത്താണ് സംസാരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടു. ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? ആരാണെങ്കിലും ആരുടെ ഫാൻ ആണെങ്കിലും ഇതിപ്പം മറിച്ച് അനുമോളാണ് മറ്റുള്ളവരെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് തന്നെ പറയും. അപ്പം ഇത് ചെയ്തത് ശരിയാണോ? ആക്ഷനും അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പട്ടിക്കും അനുമോൾക്കും ഒരേ മുഖച്ഛായാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് രണ ഫാത്തിമ ആ കണ്ണാടി നോക്കാൻ പറ്റുമോ? അവിടെ കണ്ണാടിയിലൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും നിങ്ങളെക്കാൾ നല്ല ഗ്ലാമറാണ് അനുമോള്. ഇവരുടെ എല്ലാം വിചാരം അനുമോൾ അഭിനയിക്കുകയാണ്, സിനിമയിലും സീരിയലിലും ഒക്കെ നിന്ന് വന്നതല്ലേ, അപ്പൊ അനുമോൾ അഭിനയിക്കുന്നു എന്നാണ്. സ്റ്റാർ മാജിക് എന്നുള്ള പരിപാടി കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും അനുമോളുടെ സ്വഭാവം. അനുമോൾ ഇങ്ങനെയാണ്. അനുമോൾ പ്രത്യേകമായിട്ട് അഭിനയിക്കുകയോ ഒന്നുമല്ല. പിന്നെ മറ്റൊരു കാര്യം, ഇവര് പറയുന്നത് ഇവരെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുമോൾ അഭിനയിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് അനുമോളുടെ ഗെയിമാണ്. അപ്പൊ അനുമോൾ കളിക്കുമ്പോൾ മാത്രം അത് ഫേക്കും, മറ്റുള്ളവരെ ഇപ്പൊ ജിസേലിനെ പോലുള്ളവർ ചെയ്യുമ്പോൾ അത് ഒറിജിനലും, അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് ഒറിജിനലും. അതെങ്ങനെ ശരിയാവുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്നുവെച്ചാൽ ഇവരെല്ലാരും പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത് ജിസേലിനെയാണ്. ജിസേലിന്റെ വാലാട്ടികളായിട്ട് നടക്കുന്നവരാണ് ഇവരെല്ലാം. ജിസേൽ അവിടെ അനങ്ങാൻ പറഞ്ഞാൽ അനങ്ങും, അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, ഓടാൻ പറഞ്ഞാൽ ഓടും. ഇതാണ് ഇവരുള്ള ആണുങ്ങളുടേതാണെങ്കിലും കുറെ പെണ്ണുങ്ങളുടെയും സ്വഭാവം. എന്താ വെച്ചാൽ ജിസേൽ അവിടെ ഒരു കൂടോത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാലയുടെ കഴിഞ്ഞ ദിവസം ചോദിച്ച പോലെ, അപ്പാൻ ഈ കൂടോത്രം പേടിയുണ്ടോ എന്ന് ചോദിച്ചതുപോലെ ഈ ജിസേല എനിക്ക് തോന്നുന്നു അവിടെ നല്ല രീതിയിൽ ഇവരെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് കൈ വെച്ചിട്ടുണ്ട്. അപ്പം ജിസേൽ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണ്, മാനിപ്പുലേഷൻ അല്ല, അല്ലെങ്കിൽ ട്രിഗറിങ് അല്ല. ഇവർ ചെയ്യുന്നതൊന്നും ട്രിഗറിങ് അല്ല, ഒന്നുമല്ല. പക്ഷെ ഇതെല്ലാം അപ്പുറത്ത് നിന്ന് അനുമോൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രിഗറിങ് ആണ്, ഫേക്ക് ആണ്, അഭിനയമാണ്, എന്തൊക്കെ കേൾക്കണം. എന്നിട്ട് ഇത്രയും സഹിച്ചവിടെ നിൽക്കുന്ന അനുമോളെ സമ്മതിക്കണം കേട്ടോ. അനുമോൾ തിരിച്ചു പറയുന്നുണ്ട്, ഇല്ലെന്നല്ല, ചില കാര്യങ്ങളിൽ അനുമോൾ കൊടുക്കേണ്ട രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട് മറുപടി. ആണെങ്കിലും അക്ബറിനാണെങ്കിലും ഇവർക്കാണെങ്കിലും ആ സാഹചര്യം അനുസരിച്ചാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവർ സ്ഥിരം അനുമോളുടെ മുഖം അവരുടെ മുന്നിൽ കൂടെ അനുമോൾ പോയാലോ അല്ലെങ്കിൽ അനുമോളുടെ പ്രത്യക്ഷത്തിൽ അനുമോളെ കണ്ടാലോ ഇവര് നല്ല രീതിയിൽ ട്രിഗർ ചെയ്യുന്നുണ്ട്. അത് ഇവരുടെ ഗെയിം ആയിരിക്കാം, എന്തോ ആയിരിക്കാം. പക്ഷെ അതിൽ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണം. അനുമോളാണെങ്കിലും അവിടെ കളിക്കുന്ന മറ്റുള്ള പ്ലെയേഴ്സ് ആണെങ്കിലും ഇവരാണെങ്കിലും ആരാണെങ്കിലും അത് സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞ ആ വേർഡ് ശരിയല്ല. എന്താണെന്ന് പറഞ്ഞാലും പട്ടിക്കും അനുമോൾക്കും ഒരേ മുഖഛായ ആണെന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് അത്രമാത്രം വിരോധം അത് പേഴ്സണലായിട്ട് ഇവർക്കെല്ലാം ഉണ്ട് എന്നുള്ളതാണ്, അനുമോളോട് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ് ഈ ഒരു വീഡിയോ. എന്തായാലും ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ നവീൻ പുറത്തായത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ നവീന്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ജിസേലായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ സങ്കടം വരേണ്ടത് ജിസേലിനാണ്, അവിടെ കരയേണ്ടതും എല്ലാം ജിസേലാണ്. പക്ഷേ അവിടെ മറ്റൊരാൾ ഒരു ക്യാമറയുടെ മുന്നിൽ പോയി കരയുന്നത് ഞാൻ കണ്ടു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പ്ലീസ് ബിഗ് ബോസ്, ഇവനെ തിരിച്ചു കൊണ്ടുപോവാ. പ്ലീസ് ബിഗ് ബോസ്, ഇവന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പ്ലീസ് തിരിച്ചു കൊണ്ടുപോവാ. ഇന്നലെ ചോദിച്ചപ്പോ എനിക്ക് കേക്കും ഐസ്ക്രീമും എല്ലാം തന്നു. ചേച്ചിക്ക് മിഠായി കൊണ്ടു കൊടുത്തു. ഇവിടെ സെൽഫിഷ് ആയിട്ടുള്ള കുറെ പേരുണ്ട്, അവരെ പറഞ്ഞു വിടേണ്ടത്. ഇവിടെ സെൽഫിഷ് ആയിട്ടുള്ള കുറെ പേരുണ്ട്, അവരെ പറഞ്ഞു വിടേണ്ടത്. ബിഗ് ബോസ് തിരിച്ചു കൊണ്ടുവരും എന്ന് പറയും. സെൽഫിഷ് ആയ കുറച്ച് പേരുണ്ട്, അതിലൊരാളെ പുറത്താക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യം ആദ്യം എടുത്ത് പുറത്താക്കണം. ശൈത്യ കാണിക്കുന്ന നാടകങ്ങളൊക്കെ നമ്മൾ അവിടെ കാണുന്നതാണ്. ഇവരെല്ലാം പറയുന്നു അവിടെ അനുമോള നാടകം കളിക്കുന്നതെന്ന്. അവിടെ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ട് നാടകം കളിക്കുന്ന ഒരാളാണ് ഈ ശൈത്യം. നമ്മളെല്ലാവരും കണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കുകയും അതുപോലെ എല്ലായിടത്തും പോയി നന്മമരം കളിക്കുന്നതും എല്ലാവരുടെ ടീമിലും പോയിട്ട് അവരുടെ വരുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അവിടെയും പറഞ്ഞ് ഇവിടെയും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കിടക്കുന്നത് ആരാണെന്ന് കൃത്യമായിട്ട് ഈ കാണുന്ന 24/7 കാണുന്ന എല്ലാവർക്കും അറിയാം. ഈ ശൈത്യമാണ്. ശൈത്യയുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആപത്തത്തിൽ ബിഗ് ബോസ് ഇറക്കി വിട്ടെന്നിരിക്കും. ഇറക്കി വിട്ടു എന്നാലും പറയാൻ പറ്റത്തില്ല. ചിലപ്പം നവീനെ അകത്തോട്ട് കയറ്റിയേക്കാം. അഥവാ നവീനെ അകത്തോട്ട് കയറ്റിയില്ലെങ്കിൽ ഒരു സപ്പോർട്ടൊക്കെ ചെറുതായിട്ട് വോട്ടൊക്കെ വെളിയിൽ നിന്ന് പ്രതീക്ഷിക്കാമല്ലോ. നവീന്റെ സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പൊ അന്നിരുന്ന് നവീൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ ജിസേലിന് വിഷമമില്ലെന്നല്ല പറഞ്ഞത്. ജിസേലിന് വിഷമമുണ്ട്. പക്ഷെ ജിസേൽ ഇതുപോലെ വന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് കരഞ്ഞിട്ട് കൊണ്ടുവരണം എന്നൊന്നും പറയുന്നില്ല. അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. ഈ പറയുന്ന അനുമോൾക്കും വിഷമമുണ്ട്.
അവിടെ വിഷമമില്ലാത്ത നൂറയ്ക്ക് മാത്രമേ ഉള്ളൂ. നൂറയ്ക്കും ആദിലേക്കും അത് വേറൊന്നും കൊണ്ടല്ല, അവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി അവരെ തമ്മിൽ പിരിക്കാൻ നോക്കി എന്നുള്ള സംഭവം ഇതിനകത്ത് നടന്നായിരുന്നു. അത് ശരിയുമാണ്. ഒരു ദിവസം ഞാനത് കേട്ടതാണ്, പക്ഷെ എനിക്കത് റെക്കോർഡിങ് എനിക്ക് ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചേനെ. ഞാൻ ആദിലയും നൂറയും പിരിക്കും എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ക്യാമറയിൽ നിന്ന് നോക്കി തന്നെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അത് കേട്ടതാണ്. നവീന് ക്യാമറയിൽ നോക്കിയും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവർ പറഞ്ഞ ഇവരുടെ മുന്നിൽ ഇവരോടും നോക്കി അത് പറഞ്ഞു എന്നുള്ളതാണ്, ഇവരോടും പറഞ്ഞതാണ്. പക്ഷെ ഞാനത് ക്യാമറയിൽ നോക്കി പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ബിഗ് ബോസിനോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടുവാണെങ്കിൽ ഞാൻ എവിടെ നിന്ന് എങ്ങനെയും കിട്ടുവാണെങ്കിൽ ഞാനത് ഇവിടെ എന്തായാലും ഞാനത് കൊണ്ടുവന്ന ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ശൈത്യ കളിച്ചത് അന്യായ നാടകം എന്ന് വെച്ചാൽ ഈ പുര കത്തുമ്പോൾ തന്നെ വാഴ വെട്ടണമെന്ന് പറയുമെന്ന് കേട്ടിട്ടില്ലേ? പുര കത്തുമ്പോൾ വാഴ വെട്ടുമെന്ന് പറഞ്ഞ പോലെ അതാണ് ഇപ്പൊ ശൈത്യ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.